വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ 30 രൂപയ്ക്ക് കൊടുക്കുന്ന തൈയാണ് ഈ ഭാഗത്ത് ഈ ആയിരക്കണക്കിന് ഇരിക്കുന്ന തൈകൾ. ഈ കാണുന്നതാണ് 35 രൂപ കൊടുക്കുന്ന തായ്ലാൻഡ് റെഡ്, അതായത് ചെമ്പരത്തി പോലെ ചക്കച്ചുളകൾ ചുവപ്പ് നിറമുള്ള ചക്കയുടെ തൈകളാണ് ഈ കാണുന്നത്. 35 രൂപ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നമുക്ക് വന്ന് നോക്കി വാങ്ങാൻ പറ്റും. ഇവിടെ ന്യായമായിട്ടുള്ള വിലയാണ്, പ്ലാന്റും നല്ല പ്ലാന്റാണ്. ഇത് കണ്ടില്ലേ, ചെമ്പരത്തി പോലെ ചുവപ്പ് നിറമുള്ള തായ്ലാൻഡ് റെഡ് ചക്കയാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വന്നിട്ട് നല്ല ഹാപ്പിയാണ്, വിലയൊക്കെ റീസണബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അതെ, വരണം പറഞ്ഞു ഓടി വന്നു. ശരിക്കും എന്താ കാര്യം? നമ്മുടെ നഴ്സറിയിൽ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാവിൻ്റെ തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാവാണ് ഈ കോട്ടർകുണം വരിക്ക മാവ് എന്ന് പറയുന്നത്. ഈ വരിക്ക മാവിൽ തന്നെ ഒരു 2-3 വെറൈറ്റി ഉണ്ട്. ചെങ്കവരിക്കയാണ് യഥാർത്ഥത്തിൽ പേര്. അതിനെ കോട്ടർകുണം വരിക്ക എന്നും വരിക്ക മാവെന്നും ഒക്കെ പറയും. തിരുവനന്തപുരത്തിന്റെ സ്വന്തം വെറൈറ്റി എന്ന് പറയുന്ന മാവാണ് ഈ വരിക്ക മാവ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തോട് കട്ടിയുള്ളത് കാരണം ഈ പുഴുക്കേട് അധികം വരാത്ത നല്ലൊരു മാവാണ്. ഇത് വിളഞ്ഞ് പഴുത്ത് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ അതിന് പ്രത്യേക ഒരു പച്ചയിലെ ഒരു മണം വരും. ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. അതായത് തോട് കട്ടിയുള്ള കാരണം പുഴുക്കുത്ത് ഉണ്ടായി കേട് വരാൻ സാധ്യതയില്ലാത്ത ഏറ്റവും നല്ല മാവാണ്. ഇതിന്റെ വമ്പ കളക്ഷൻ എന്ന് പറയുമ്പോൾ വേണ്ട സ്റ്റോക്ക് ഇവിടെ ഇരിക്കുന്ന പോലെയല്ല, അപ്പുറത്ത് ധാരാളം മാവുണ്ട്. എല്ലാ മാവിലും മാങ്ങയുണ്ട്. എല്ലാ മാവിലും ഏകദേശം 1 കിലോയോളം മാങ്ങ ഒരു മാവും തൈയിൽ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞെട്ടിപ്പോയി. കാരണം അത്രത്തോളം കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് നമുക്ക് ഈ വെറൈറ്റി പല നഴ്സറിയിലും കാണാൻ സാധിക്കും. പക്ഷേ അവിടെ വിലയും കൂടുതലായിരിക്കും. നിങ്ങൾക്കറിയാം, പൊതുവെ മറ്റു നഴ്സറികളിലൊക്കെ ഇതിനൊരു വിലയുണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ചെറിയ പ്ലാന്റ് വാങ്ങുന്ന വിലയ്ക്ക് ഇതുപോലെ കാഴ്ച നിൽക്കുന്ന, ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് അത് ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ ആരും എടുത്തു പോകും. മറ്റെന്തെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ വരുന്നവർ ഈ മാങ്ങയും മാവുമായിട്ട് കാണുമ്പോൾ ഇത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഇത്രയും മാങ്ങയുള്ള മാവ് ഞാൻ കൊടുക്കുന്നത് 1200 രൂപയാണ്. 1200 ഏകദേശം 7-8 അടിയോളം ഹൈറ്റ് ഉണ്ട്. 8 അടിയോളം ഹൈറ്റ് ഉണ്ട്. 1200 രൂപയ്ക്കാണ് ഇവിടെ. ഇതിന്റെ ചെറിയതയുണ്ട് 150. അപ്പോൾ ഈ 10 അടിക്ക് മുകളിലുള്ള അത് കുറച്ച് വില മാറും. ഈ നിൽക്കുന്ന ഇത്ര ഒരു 7-8 അടിയോളം ഹൈറ്റുള്ള ഈ മാങ്ങ കാച്ചിക്കുന്ന മാവുകളെല്ലാം 1200. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ഹൈറ്റുള്ള പ്ലാന്റ് ആയാലും ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ 10 അടിയോളം ഹൈറ്റുള്ളതുണ്ട്. അങ്ങോട്ടിരിക്കുന്നതൊക്കെ 10 അടിയോളം ഹൈറ്റുള്ള അതുമെല്ലാം മാങ്ങയുള്ളതാണ് കാച്ചിരിക്കുന്ന മാവുകൾ. ശരിക്കും പറഞ്ഞാൽ ഇതിലെല്ലാം മാങ്ങയാണ്. കണ്ടില്ലേ, ഇതാണ്ട് ഇത് കണ്ടില്ലേ, ഇത് ഓരോ മാവിൽ തന്നെ 1 കിലോ കൂടുതൽ മാങ്ങ ഓരോ മാവിലും. മാങ്ങയുടെ കാശ് വേണ്ട, മാങ്ങയുടെ കാശ് സൗജന്യം അല്ലേ? തൈയുടെ കാശ് മാത്രം തന്നാൽ മതി. പിന്നെ ഈ ഒരു സ്റ്റോക്ക് വന്ന സമയത്തിന് ഇദ്ദേഹം വിളിച്ചു. അപ്പോൾ ഇദ്ദേഹം വിളിക്കുമ്പോഴേ നമുക്കറിയാം. കാരണം മുൻപ് ഇതുപോലെ വിളിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ് നമ്മുടെ പ്ലാവിൻ്റെ വെറൈറ്റിയുടെ വീഡിയോ. അതെന്ന് പറഞ്ഞാൽ ഒരുപാട്, അതപ്പോൾ അറിയാത്ത ആരും ഇല്ലെന്ന് തന്നെ പറയാം. അത്രയും ആൾക്കാരിലേക്ക് നമ്മൾ ആ ഒരു വീഡിയോ എത്തിച്ചു. വിയറ്റ്നാം സൂപ്പർ എയർലി വെറും 30 രൂപയ്ക്ക് ഇദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഏറ്റവും വിലക്കുറവിൽ ചെയ്യുന്ന ഒരു നഴ്സറി എന്ന് പറഞ്ഞാൽ ഗ്രീൻസ് തന്നെയാണ്. ഇനി നഴ്സറിയുടെ കാര്യം പറഞ്ഞുതരാം സാർ. നമ്മുടെ നഴ്സറിയുടെ പേര്, ലൊക്കേഷൻ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്ക് സമീപം അമരവള റെയിൽവേ സ്റ്റേഷൻ അടുത്ത കണ്ണൻകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നഴ്സറി. അതായത് 1 വർഷം കൊണ്ട് നമ്മൾ ഈ പ്ലാവിൻ്റെ തൈകൾ 30 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1 വർഷത്തോളമായി. വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ തായ്ലാൻഡ് റെഡ് 35 രൂപയ്ക്ക്. ഓക്കെ, എത്ര തൈ വേണമെങ്കിൽ എപ്പോൾ വന്നാലും നമുക്ക് കൊടുക്കാൻ സ്റ്റോക്ക് ധാരാളമുണ്ട്. സാധാരണ വീടുകളിലേക്ക് മാത്രമല്ല, മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓഫറായിട്ട് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാനായിട്ട് മാറ്റി വെച്ചത്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. എത്ര ക്വാണ്ടിറ്റി നിങ്ങൾ ചോദിച്ചാൽ തരാൻ വേണ്ടി തൃശ്ശൂർ വലിയ നഴ്സറിയിൽ ഒരു 15,000 വലിയ ലോറി കയറ്റി. നമ്മൾ നഴ്സറിയുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ഡെലിവറി സൗകര്യമോ വാൻ ഡെലിവറി സൗകര്യമോ ഒന്നും ഈ നഴ്സറിയിൽ ഇല്ലായിരുന്നു. പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇനി മുതൽ ഗ്രീൻസ് നഴ്സറിയിൽ വാൻ ഡെലിവറി സൗകര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം ജില്ല മാത്രമാണ് ഇവർ ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ പ്ലാന്റ്സ്, അത് നിങ്ങളുടെ വീട് തിരുവനന്തപുരത്ത് എവിടെയാണെങ്കിലും ഇവിടെ നിന്ന് റെഡിയാക്കി തരും. അതിപ്പോൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്താണെങ്കിൽ അങ്ങനെ, അല്ല പ്ലാന്റ്സ് മാത്രമാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ സൗകര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും മറ്റ് ജില്ലകളിലേക്ക് വാൻ ഡെലിവറി സൗകര്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് നമ്മുടെ വണ്ടികൾ മറ്റ് ജില്ലകളിലേക്കും പോകുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അപ്പോൾ ഇല്ല, നമുക്ക് മറ്റ് ജില്ലകളിലോട്ട് കൂടുതൽ ക്വാണ്ടിറ്റി തൈകൾ ചെറുതും വലുതുമായിട്ടുള്ള നമുക്ക് ചെടിയില്ലല്ലോ, ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതൽ വന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഇവിടുന്ന് വാഹന സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ എക്സ്പെൻസ് പ്രത്യേകമാവും. അതെ അല്ലേ? നമുക്ക് തൈകൾ നമ്മൾ അതായത് മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റുന്ന അത്രയും കുറച്ചാണ് കൊടുക്കുന്നത് നമുക്ക്. ഓക്കെ, ഈ കാണുന്ന ഇവിടെ നമുക്ക് സെയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് തൈകൾ സ്റ്റോക്ക് ചെയ്യുന്ന വേറെ ഇവിടെ ദിവസവും തീരുന്ന ഇവിടെ നമ്മൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ഇങ്ങനെ നമുക്കിപ്പോൾ നല്ല രീതിയിൽ ചിലവുണ്ട്. വളരെ ദൂരെ ആൾക്കാർ ഫ്രൂട്ട് പ്ലാന്റുകൾ, അതായത് പഴയതുപോലെ അല്ലല്ലോ. ഇപ്പോൾ ചെടികൾ ആൾക്കാർ മാറ്റിയിട്ട് മൊത്തം വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഈ ഫ്രൂട്ട് പ്ലാന്റുകളാണ് വീടിന്റെ മുകളിൽ
മുകളിലും താഴെയൊക്കെ ബാരൽ വയ്ക്കാം. വീട്ടിലൊരു ഫംഗ്ഷൻ വന്നാൽ പോലും നമുക്ക് ഈ ബാരലുകൾ തൂക്കി മാറ്റിയിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് വീണ്ടും വയ്ക്കാം. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയും സന്തോഷം വരുന്നൊരു രീതിയിലാണ് ഇപ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ ആൾക്കാർ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇതിലേക്ക് വരുന്നുണ്ടല്ലോ. അതെ വരുന്നുണ്ട്. ഓക്കെ. ഈ കാണുന്ന കോട്ടൂർക്കോണം വരിക്ക മാവാണ്. കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ നമ്മുടെ ഇവിടെ ചെറിയൊരു ഗ്രോ ബാഗിലിരുന്ന മാവാണ് ഈ മാവ്. അത് അന്നേരം 2 മാങ്ങ ഉണ്ടായിരുന്നു. ഞാനതിപ്പോൾ ഒരു വലിയൊരു ഡ്രം പോലത്തെ ഒരു സാധനത്തിനകത്ത് നമ്മുടെ നഴ്സറിക്കുള്ളിൽ നട്ടതാണ്. ഇതിലിപ്പോൾ എത്ര മാങ്ങ നിൽക്കണം നോക്കി. ഇത് കണ്ടോ, ഈ കാണുന്നതെല്ലാം ഇതല്ല ഈ മാങ്ങയിൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിൽ കുത്തുന്ന ഈച്ചയെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു കണി ഉണ്ട്. കായീച്ചയെ പിടിക്കുന്നൊരു കണിയാണ് ഇത്. നമ്മൾ നഴ്സറിയിൽ ധാരാളം വിൽക്കാനായിട്ടുണ്ട്. മാവ് പൂത്ത് വരുന്ന സമയം മുതൽ നമ്മൾ ഇതൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒരു മാങ്ങയ്ക്ക് ഒരു കേടും വരാതെ നമുക്ക് ആ മാങ്ങയെ സംരക്ഷിക്കാൻ പറ്റും. സ്ഥല പരിമിതി ഉള്ളവർക്ക് വീട് മുറ്റത്തോ ടെറസിൻ്റെ മുകളിലൊക്കെ ബാരലിൽ വെച്ച് നന്നായിട്ട് കായ്പ്പിക്കാൻ പറ്റുന്നൊരു മാവാണ് ഈ കാണുന്ന കോട്ടൂർക്കോണം വരിക്ക. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിപ്പം ഉണ്ടെന്നും. അതിൻ്റെ സ്ഥലം കുറച്ച് സ്ഥലം മതി. എത്ര മാങ്ങ ഇങ്ങനെ നോക്കി. ഇതിലിപ്പോൾ ഒരു 5 കിലോയിലധികം മാങ്ങ ഈ ഒരു ഒറ്റ മാവിൽ തന്നെ ഉണ്ടാവും. ഈ കാണുന്ന മാവാണ്, അതായത് ഈ മാവ് വെറൈറ്റി തന്നെ ചെങ്കവരിക്ക എന്ന് പറയും, കോട്ടൂർക്കോണം വരിക്ക എന്ന് പറയും, വരിക്ക മാവെന്ന് പറയും. 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ഇതിൻ്റെ ചെറിയ തൈ നമുക്ക് 150 രൂപ മുതലുണ്ട്. ഇതിപ്പോൾ ഈ കാച്ചു നിൽക്കുന്ന ഈ പോർഷനിലിരിക്കുന്ന മാവുകളെല്ലാം ഇതെല്ലാം മാങ്ങ കാച്ചിരിക്കുന്നതാണ്. ഈ തൈ നമ്മൾ വിൽക്കുന്നത് 1200 രൂപയ്ക്കാണ്. ഇത്രയും വലിപ്പമുള്ള ഈ മാങ്ങയോടുകൂടിയ മാവ് ഞങ്ങൾ വിൽക്കുന്നത് വെറും 1200 രൂപയ്ക്കാണ്. ഇതിൻ്റെ ചെറിയ തൈ നമുക്ക് ധാരാളം ഇരിപ്പുണ്ട്. അതിൻ്റെ പല വെറൈറ്റി ആയിട്ടുണ്ട്. പല 250, 350 ആ റേഞ്ചിൽ വരുന്ന തൈകളുണ്ട്. 10 അടിയോളം ഹൈറ്റുള്ള വേറെ വലിയ പ്ലാന്റ് അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഈ മാവിൻ്റെ ഒരുപാട് വെറൈറ്റി ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. അതിൻ്റെ പല വെറൈറ്റികളായിട്ടുള്ള അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് കാണുന്നതാണ് ഈ വിദേശിയായിട്ടുള്ള മാവിൻ്റെ വെറൈറ്റികൾ. വളരെ വിദൂരതയിൽ നിന്ന് വരെ ഈ വെറൈറ്റി മാവുകൾ അന്വേഷിച്ച് ഇവിടെ വന്നിട്ട് ധാരാളം ആൾക്കാർ കൊണ്ടുപോകുന്ന മാവാണ് ഈ മിയാസാക്കിയുടെ വലിയ പ്ലാന്റാണ് ഇതായിരിക്കുന്നത്. ഈ കാണുന്ന മിയാസാക്കിയാണ്. അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. അതിൻ്റെ ചെറുതും വലുതുണ്ട്. ഈ കാണുന്നതെല്ലാം മിയാസാക്കി. അതായത് 1 കിലോ മാമ്പഴം 3 ലക്ഷം രൂപയോളം വിലയുണ്ടെന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വെറൈറ്റി മാവാണ് ഈ മിയാസാക്കി മാവ്. ഇത് നമുക്ക് ബാരലിൽ വേണമെങ്കിലും വീട് മുറ്റത്ത് വെച്ച് ധാരാളം കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന മിയാസാക്കി. ഇതിൻ്റെ ബഡ് തൈ ചെറിയ തൈ ഇരിപ്പുണ്ട്, അത് ഉള്ളിലിരിപ്പുണ്ട്. ഇതാണ് ഇത്രയും വലുപ്പമായി. ഇതിപ്പോൾ ഏകദേശം ഒരു 7-8 അടിയോളം ഹൈറ്റുള്ള മാവാണ് ഈ മിയാസാക്കിയുടെ ഇതായിരിക്കുന്നത് ചില്ലി മാങ്കോ എന്ന് പറയും. ഇതും വിദേശിയാണ്. നമ്മുടെ ഏകദേശം ഒരു വലിയ ഈ നമ്മുടെ ബജ്ജി ഉണ്ടാക്കുന്ന മുളകിൻ്റെ ആകൃതിയിലുള്ള മാവാണിത്. ഇതും നമുക്ക് ബാരലിലോ വീട് മുറ്റത്തൊക്കെ ചെടി പോലെ നട്ടു വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇനി വേറെ മറ്റൊരു വെറൈറ്റിയാണ്. ഏകദേശം 1 കിലോയോളം വലിപ്പം വരുന്നൊരു മാവാണ് R2E2 എന്ന് പറഞ്ഞിട്ട്, മാംഗോ R2E2. ഇതെല്ലാം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാവ് എപ്പോൾ കായ്ക്കും, മാവിൻ്റെ മാങ്ങയുടെ വലിപ്പം ഇതെല്ലാം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി അത് ആ രീതി അനുസരിച്ച് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം ഈ R2E2 എന്ന് പറഞ്ഞ മാവാണ്. ഈ കാണുന്നതാണ് നാംഡോക്ക് മായുടെ 3 വെറൈറ്റി ഉണ്ട്. യെല്ലോ ഉണ്ട്, പർപ്പിളുണ്ട്, റെഡ് ഉണ്ട്. ഇത് നിങ്ങൾ വിശ്വാസം വരും. ഇത് കാച്ചെന്ന് പറഞ്ഞാൽ ഇത് മാങ്ങ കാച്ചിരിക്കുന്നുണ്ടോ. ഇത് നാംഡോക്ക് മായുടെ യെല്ലോ വെറൈറ്റിയാണ്. ചെറുതിലെ കായ്ക്കുന്നത്. ഇതൊക്കെ നമുക്ക് ബാരലിൽ നട്ട് ധാരാളം കായ്പ്പിക്കാൻ പറ്റുന്നൊരു വെറൈറ്റി മാവാണ് ഈ നാംഡോക്ക് മായി. ഇതിൻ്റെ ഒരു അപ്പുറത്ത് അതിലും മാങ്ങ ഇപ്പുണ്ട്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ മാവുകളാണ്. ഇതെല്ലാം നമുക്ക് വലിയ ബാരലിൽ നട്ട് വീട്ടിൽ നന്നായിട്ട് പരിപാലിക്കാൻ പറ്റുന്നതാണ്. ഈ കാണുന്നത് നാംഡോക്ക് മായുടെ യെല്ലോ, ഇത് കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. അതിൻ്റെ പർപ്പിൾ വെറൈറ്റിയാണ് നാംഡോക്ക് മായുടെ. ഈ കാണുന്നത് ബനാന മാംഗോയുടെ യെല്ലോ വെറൈറ്റിയാണ്. ഈ കാണുന്ന ബനാന മാംഗോയുടെ യെല്ലോ വെറൈറ്റി. ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. ഈ കാണുന്നത് ബനാന മാംഗോയുടെ റെഡ് പർപ്പിൾ വെറൈറ്റിയാണ്. ഈ കാണുന്നത് ഇത് ബ്രൂണാക്കിങ് എന്ന് പറയും. ഒരു മാങ്ങ 4 കിലോയോളം വലിപ്പം വരും. അതായത് ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. ഇതെല്ലാം പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്നതാണ് ബ്ലാക്ക് മാംഗോ. മാവിൻ്റെ തിളിരി ഉണ്ടില്ലേ, തിളിരി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അത് കാപ്പിപ്പൊടി കലർന്നൊരു കറുത്ത കളറായിരിക്കും തിളിരി. മാങ്ങയുടെ പുറം നല്ല കറുപ്പായിരിക്കും, ഉള്ളു നല്ല ചുവപ്പാണ്. ശകലം പോലും പുഴുക്കേട വരാൻ സാധ്യതയില്ലാത്ത നല്ലൊരു വെറൈറ്റി, നല്ല മരമുള്ളൊരു മാവാണ് ബ്ലാക്ക് മാംഗോ. ഇത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തിളിരി കാണുമ്പോൾ തന്നെ ചെടി പോലെ നല്ലൊരു ഭംഗിയുള്ളൊരു മാവാണ് ഈ ബ്ലാക്ക് മാംഗോ. ഈ വെറൈറ്റി മാവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവുള്ളത് മിയാസാക്കി മാവ് ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെയാണ് കൂടുതലും നമ്മളോട് നിന്ന് തൈകളെടുത്ത് ഈ വീട് പാല് കാച്ചിനും മറ്റെന്തെങ്കിലും പ്രസൻറ്റേഷനായിട്ട്, അതായത് ഒരു ബന്ധു വീട്ടിൽ പോകുമ്പോൾ അവർക്ക് സംഭാവനയായിട്ട് കൊടുക്കാനായിട്ട് നമ്മളെ നഴ്സറിയിൽ നിന്ന് ധാരാളം ആൾക്കാർ ഈ മിയാസാക്കി മാവ് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ 3 ടൈപ്പുണ്ട്. ബഡ് തൈയുണ്ട്, മീഡിയം ടൈപ്പുണ്ട്, ഒരു 8 അടിയോളം ഹൈറ്റുള്ള വലിയ തൈ ഇരിപ്പുണ്ട്. അത് ഏകദേശം നട്ട് ഒരു 1-1.5 വർഷമാകുമ്പോൾ കായ്ക്കും. ഈ മിയാസാക്കി മാവ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ കാച്ചു നിൽപ്പുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ ആ മാവിൻ്റെ ഒരു വിഷ്വൽ ശരിക്കും അത് കാണിക്കാം. ഇപ്പോൾ ഒരു 25ഓളം മാങ്ങ എനിക്ക് വീട്ടിൽ ആദ്യമായിട്ട് ഇപ്പോൾ കാച്ചു നിൽക്കുകയാണ്. ഈ മാവ് ഞാൻ ഈ കാണിച്ച് പറഞ്ഞ വെറൈറ്റികൾ മാത്രമല്ല, ഇത് മൊത്തമായിട്ട് കാണിക്കാൻ തന്നാൽ ഇനിയിപ്പോൾ 2 മണിക്കൂറായാലും നമ്മളെ വീഡിയോ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇനി നമുക്ക് മാവിൽ പ്രധാനപ്പെട്ട ഒരു 1-2 വെറൈറ്റിയുടെ ഞാൻ പറയാം. കലപ്പാടി മാവ്, കുളമ്പ്, ഇതെല്ലാം ബാരലിൽ വെച്ച് നമുക്ക് നന്നായിട്ട് കായ്പ്പിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി, ഏറ്റവും നല്ല വെറൈറ്റിയിൽ പെടുന്ന മാവാണ് ഈ കുളമ്പും
കലപ്പാടി മാവ്, അതൊക്കെ വീട്ടിൽ നമുക്ക് പ്രധാനമായിട്ടും വയ്ക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി മാവാണ്. അത് പ്രധാനമായിട്ടും വയ്ക്കണം നമ്മൾ. ഇത് നമ്മുടെ ഇവിടുത്തെ നാടൻ തേങ്ങയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ശ്രീലങ്കൻ്റെ ഒരു വെറൈറ്റിയാണ്. ശ്രീലങ്കൻ്റെ 2 വെറൈറ്റി തേങ്ങ നമ്മളതിലുണ്ട്. ഒരെണ്ണത് കവറിൽ ഇരിപ്പുണ്ട്, അത് കുറച്ചുകൂടെ ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള നാടൻ തേങ്ങയാണ്. 2 തമ്മിലുള്ള വലിപ്പത്തിന് വ്യത്യാസം കണ്ടോ? ഇത് ശ്രീലങ്കൻ്റെ ഒരു വെറൈറ്റിയാണ്. അതായത് ഈ 2 തമ്മിൽ വ്യത്യാസം നമ്മൾ പറയുമ്പോൾ ഈ നാടൻ തെങ്ങ് ഒരെണ്ണം ഒരു തെങ്ങിൽ കായ്ക്കുന്നതിൻ്റെ ഒരു തെങ്ങിൽ കായ്ക്കുന്നത് ഇത് 5 തെങ്ങിൽ കായ്ക്കുന്നതിൻ്റെ ഗുണം കിട്ടും. അതായത് അത്രയ്ക്ക് കൊലയിൽ എണ്ണവും കൂടുതൽ കായ്ക്കും. 3.5 വർഷം ആകുമ്പോൾ ഇത് കായ്ച്ചു തുടങ്ങി ഏകദേശം 80 വർഷത്തോളം കായ്ഫലം കിട്ടും. ഒരു കൊലയിൽ 20-25ഓളം തേങ്ങ ഇതിനകത്ത് കായ്ക്കും. അതായത് എൻ്റെ മൊബൈലിൽ ഇതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. ഈ കാച്ച ഇതിൻ്റെ മദർ പ്ലാന്റ് തേങ്ങയുടെ അത് ഞാൻ പറ്റുമെങ്കിൽ അത് അവസരം പോലെ അത് കാണിക്കാം. ഒരു തെങ്ങ് വരുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചിട്ട് ഈ തേങ്ങ കാച്ചിരിക്കുന്ന തെങ്ങുകൾ 80 വർഷത്തോളം കായ്ക്കുന്നത്, കേട് സാധ്യതയില്ല. കൂമ്പ്, കുരുത്തോല, അതിൻ്റെ മണ്ട മധുരമില്ല. അത് കാരണം കൊമ്പൻ ചെല്ലിയുടെ ശല്യം തീരെ വരാത്ത ഒരു വെറൈറ്റി തെങ്ങാണിത്. ഇത് നിങ്ങളൊരു 10 നട്ടാൽ 10 നിങ്ങൾക്ക് കായ്പ്പിച്ചെടുക്കാൻ പറ്റും, കേടില്ല. അതായത് ശ്രീലങ്കയിൽ ഈ തേങ്ങയുടെ ചിരട്ടയാണ് അയാൾ ഭക്ഷണം കഴിക്കാൻ വരെ ഉപയോഗിക്കുന്നത്. അത്രയും വലിപ്പമുള്ള തേങ്ങയാണ്. ഇത് നമ്മൾ ഇപ്പോൾ ഈ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ തേങ്ങ നടാനാണ് ഞാൻ നിങ്ങളോട് താഴ്മയെ അപേക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനമുള്ളൊരു തെങ്ങാണ് ഈ ശ്രീലങ്കൻ്റെ ഈ വെറൈറ്റി. അതിൽ 2 വെറൈറ്റി ഉണ്ട്. ഇതൊരല്പം ചെറുതാണ്. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച് പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ചെറിയ വെറൈറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് പറഞ്ഞ തേങ്ങയാണ് ഈ കാണുന്നത്. അത് കുറച്ചുകൂടെ വലിപ്പം കൂടുതലാണ്. ഇതാകുമ്പോൾ അതിനേക്കാൾ എണ്ണം കൂടുതൽ കായ്ക്കുന്നത്, നല്ല ഓയിൽ കണ്ടൻറ്റുള്ള ഒരു പ്രത്യേക വെറൈറ്റിയാണ് ഈ ശ്രീലങ്കൻ്റെ ഈ വെറൈറ്റി തെങ്ങ്. ഇതിൻ്റെ തൈ ധാരാളം നമ്മുടെ ഈ ഇരിക്കുന്നതല്ല ആ വെറൈറ്റി പെടുന്ന തെങ്ങാണ്. തെങ്ങിൻ്റെ ഒരു 15ഓളം വെറൈറ്റി ഇരിപ്പുണ്ട്. ഈ ഇരിക്കുന്നത് രാംഗംഗ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് കുറ്റിയാടി. അപ്പുറത്ത് നമ്മളെ ഗൗരികാത്രത്തിൻ്റെ വലിയ തൈകളിരിപ്പുണ്ട്. ഗംഗാപോണ്ടത്തിൻ്റെ വലിയ തൈയുണ്ട്. കുറ്റിയാടിയുടെ വലിയ തൈയുണ്ട്. നമുക്ക് കുറ്റിയാടി നമ്മുടെ ഗംഗാപോണ്ടത്തിൻ്റെ തൈകളാണെങ്കിൽ 180 രൂപയാണ്. ഒറിജിനൽ ഗംഗാപോണ്ടത്തിൻ്റെ തൈ 380 രൂപയ്ക്ക് കൊടുക്കാം. നാടൻ തെങ്ങിൻ്റെ തൈകൾ 50 രൂപയ്ക്ക് നമുക്ക് എത്ര വേണമെങ്കിലും തരാൻ പറ്റും. 50 രൂപ നാടൻ തെങ്ങിൻ്റെ നല്ല തൈകൾ. തെങ്ങ് കർഷകർക്കൊരു സന്തോഷ വാർത്ത. ഒരു തെങ്ങെങ്കിലും വീടുകളിലില്ലാത്ത ആരും ഇന്നത്തെ കാലത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ആ തെങ്ങുകളെല്ലാം കുത്തി നശിപ്പിക്കുന്ന കൊമ്പൻ ചെല്ലി, ചമ്പൻ ചെല്ലി എന്ന് പറഞ്ഞ ക്ഷുദ്രജീവിയാണ്. ആ ജീവിയെ നമുക്ക് നിസ്സാരമായിട്ട് കെണിയിൽപ്പെടുത്തി നശിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒരു കെണിയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം. അതിന് ഒരു കാർട്രിഡ്ജ് ഉണ്ട്. അത് ഒരു ഹോർമോൺ മുക്കിയൊരു കാർട്രിഡ്ജാണ്. അത് നമ്മൾ ഈ കെണിയുടെ ഈ പോർഷനിൽ ഇടുക. ഇതിൻ്റെ അടിത്തട്ടിൽ കുറച്ച് സോപ്പ് വെള്ളം കലക്കി വയ്ക്കുക. ഇതിൻ്റെ മണം കൊണ്ട് ഈ നമ്മുടെ തെങ്ങുകൾ നശിപ്പിക്കുന്ന കെണികൾ, ഈ കൊമ്പൻ ചെല്ലി, ഈ വണ്ട് ഈച്ചകൾ പറന്നതിനുള്ളിൽ വരും. അതായത് ഇതിൽ 2 വെറൈറ്റി ഉണ്ട്. ഇത് ചെമ്പൻ ചെല്ലിയാണ്. ഇതിൻ്റെ കറുത്തൊരു ടൈപ്പുണ്ട്. ഈ കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി എന്ന് പറഞ്ഞിട്ട് 2 വെറൈറ്റി ഉണ്ട്. അത് 2 എണ്ണത്തിനെയും പിടിക്കുന്ന 2 ടൈപ്പ് കാർട്രിഡ്ജാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ നമ്മളിലുണ്ട്. ഇതിപ്പോൾ ഇന്നലെ ഞാൻ കെട്ടിയതാണ്. ഇതിനകത്ത് ഇത്രയും ഇതിനകത്ത് വിഴുന്ന് കിടപ്പുണ്ട്. ഇതിന് നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതിനെ നശിപ്പിച്ച് കളയാം. ഇതിൻ്റെ കൂടുതൽ സമയം എൻ്റെ കയ്യിലിരുന്ന് അതിൽ അത് പറന്ന് പോകുമെന്ന് തോന്നുന്നു. സോപ്പ് വെള്ളത്തിലാകുമ്പോൾ കുറേ കൂടുതൽ സമയം കിടന്നത് ചത്തുള്ളൂ. ഇതൊന്നും ചത്തതല്ല. ഇതിപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം കെട്ടിയിട്ടതാണ്. ഇന്നിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും ഇതിനകത്ത് വീണ് കിടപ്പുണ്ട്. അത് സോപ്പ് വെള്ളത്തിലാകുമ്പോൾ കുറേ കൂടുതൽ സമയം കിടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കിടന്നെങ്കിൽ ചത്തുള്ളൂ. കണ്ടില്ലേ? ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നൊരു കെണിയാണ് ഈ കൊമ്പൻ ചെല്ലി പിടി. ഇതേപോലെ തന്നെ മാങ്ങയെ കുത്തി നശിപ്പിക്കുന്ന കായ്ച്ച, അതിനെ പിടിക്കുന്ന കെണിയും നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഈ കൊമ്പൻ ചെല്ലികളെ പിടിക്കുന്ന കെണി നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ കൂട് നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല. അതിൻ്റെ കാരറ്റ് മാത്രം വാങ്ങി ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് മാറ്റി കൊടുത്താൽ മതിയാവും. ഈ കാരറ്റ് നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട്. അത് നിസ്സാര പൈസയേ ഉള്ളൂ. ഒരു കാരറ്റിന് നിസ്സാര പൈസ വില വരുന്നുള്ളത്. എൻ്റെ പേര് രജീഷ്. ഇതെൻ്റെ വൈഫാണ് അശ്വതി. ഇതെൻ്റെ മോൻ രുദ്രേ. ഞങ്ങൾ ഇതിനു മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഒരു 7-8 പ്ലാന്റ് ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തായിരുന്നു. അതിൻ്റെ ഫീഡ്ബാക്ക് കണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു പ്ലാന്റ് ഇവിടെ വാങ്ങാൻ വേണ്ടി വന്നത്. ഇവിടെ ന്യായമായിട്ടുള്ള വിലയാണ്. പ്ലാന്റും നല്ല പ്ലാന്റാണ്. കൊള്ളാമെന്നുള്ള നഴ്സറിയാണ്. ചാനൽ സ്ഥിരമായിട്ട് കാണാറുണ്ടോ? ചാനൽ സ്ഥിരമായിട്ട് കാണാറുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്ലാൻ എടുക്കാനുള്ള പ്ലാൻ ഇല്ലെങ്കിലും ഈ ചേട്ടൻ്റെ ചാനൽ എപ്പോഴും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തുടർന്ന് കാണണം. ശരി. ഇത് ഇവിടെ ഈ പോർഷനിൽ കാണുന്നതാണ് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്ലാവുകൾ. ഇതെല്ലാം ചക്ക കാച്ചിരിക്കുകയാണ്. അതായത് വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തിലെ കായ്ക്കുന്നതും ഒരു വർഷത്തിൽ എല്ലായ്പ്പോഴും ചക്ക കായ്ക്കുന്ന പ്ലാവിനുമാണ് ഈ വിയറ്റ്നാം സൂപ്പർ എർലി. ഈ കവറുകളെല്ലാം ഇരിക്കുന്നത് ഒറിജിനൽ നമുക്ക് വിളഞ്ഞു കിട്ടുന്ന ചക്കയുള്ള ചക്കക്കളകളാണ് ഈ ഇരിക്കുന്നത്. ഈ പോർഷനിൽ കാണുന്നത് ചക്കയോടുകൂടി ഇരിക്കുന്ന ഈ പ്ലാവ് തൈകൾ. ഇതെല്ലാം ചക്കയും ഈ പ്ലാവും ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് 850 രൂപയ്ക്കാണ്. വെറും 850 രൂപയാണ് ഈ കാണുന്ന ഈ പോർഷനിലിരിക്കുന്ന അതായത് ചക്ക കാച്ച ഈ പ്ലാവുകൾ 850 രൂപ. ഇതെല്ലാം വിയറ്റ്നാം സൂപ്പർ എർലിയാണ്. ഇതിൻ്റെ ഈ പോർഷൻ തൊട്ടിരിക്കുന്നത് തായ്ലാൻഡ് റെഡ്. ഇത് കാണുന്നത് ചെമ്പരത്തി പോലെ ചുമന്ന ചുവന്ന ചക്ക കായ്ക്കുന്ന പ്ലാവാണ് ഈ കാണുന്നത് തായ്ലാൻഡ് റെഡ്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഇരിക്കുന്നതെല്ലാം
സിദ്ധു. ഒരു ചക്ക ഏകദേശം ഒരു 3 കിലോയോളം വലിപ്പം വരും. നല്ല ചുവന്ന ചക്കച്ചുളയുള്ള സിദ്ധു എന്ന് പറയുന്ന വെറൈറ്റിയാണ്. കർണാടകയിലുള്ള ചക്കയാണിത്. ഈ കാണുന്നത് J33 ആണ്. J33 ആകുമ്പോൾ ചക്കയിൽ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് J33, തായ്ലാൻഡ് റെഡ്, വിയന്ന സൂപ്പർ ഏർലി, ആ ഒരു ആദ്യത്തെ ഗണത്തിൽപ്പെടുന്ന ഏറ്റവും നല്ല വെറൈറ്റികളിൽ പെടുന്നൊരു പ്ലാവാണ് J33. അതായി കാണുന്നത് അങ്ങോട്ടിരിക്കുന്നതെല്ലാം വിയന്ന സൂപ്പർ ഏർലിയുടെ കളക്ഷനാണ്. ഈ കാണുന്നതാണ് ഇവിയാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി. അതായത് ഇപ്പോൾ പുതുതായിട്ട് നമ്മളെ നാട്ടിൽ വന്നു തുടങ്ങിയൊരു പ്ലാവാണ്. അതായത് വേൾഡിൽ ഏറ്റവും വലിപ്പം കൂടിയ ചക്കയും ഏറ്റവും മധുരം കൂടിയ ചക്കയും കായ്ക്കുന്നൊരു പ്ലാവാണ് ഈ ഇവിയാർക്ക്. ഒരു ചക്ക 30 കിലോയിൽ കൂടുതൽ വലിപ്പം വരും. ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ചക്കയാണ് ഇവിയാർക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് സീഡ്ലെസ്. അതായത് ചക്കയിൽ കുരുവില്ല, കറയില്ല. നമുക്ക് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും ഭയങ്കര പോഷകമുള്ളൊരു വെറൈറ്റി പ്ലാവാണ് ഈ സീഡ്ലെസ്. സീഡില്ല, ഗമ്മില്ല. ചക്കയിൽ അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇത് ഗമ്മില്ലാത്തതാണ്, കറയില്ലാത്തൊരു പ്ലാവാണ് ഈ കാണുന്നത്. ഇത് ഈ ഇരിക്കുന്നത് ജാക്ക് സിന്ദൂർ, അതിൻ്റെ ചെറിയ തൈകളാണ്. ഈ കാണുന്നത് J33യുടെ ചെറുതാണ്. ഇത് ആ കാണുന്ന J33. ഈ ഇരിക്കുന്നതെല്ലാം J33യുടെ പ്ലാന്റുകളാണ്. ഇത് സിദ്ധുവിൻ്റെ ചെറിയ തൈയാണ്. ഈ കാണുന്നത് തായ്ലാൻഡ് റെഡിൻ്റെത്. ഈ ഇരിക്കുന്നത് വിയന്ന സൂപ്പർ ഏർലിയുടെ റെഡാണ്. വിയന്ന സൂപ്പർ ഏർലിയുടെ റെഡ് ചെറിയ തൈയാണ് ഈ കാണുന്നത്. ഇത് വിയന്ന സൂപ്പർ ഏർലിയാണ്. മറ്റേ നമ്മുടെ സാധാ വിയന്ന സൂപ്പർ ഏർലി കായ്ക്കുന്നത് പോലെ അത് പിങ്ക് കളറായിരിക്കും എൻ്റെ ചുള. ഇത് നല്ല റെഡ് ചുവന്ന ചുള കായ്ക്കുന്നതാണ്. ഈ കാണുന്നതാണ് നങ്കടാക്കെന്ന് പറയും. അത് ഏകദേശം ഒരു ചക്ക 3 കിലോളം വരും. നമ്മൾ ആഞ്ഞിലി ചക്കയേക്കാൾ കുറേ കൂടെ വലിപ്പം ആ മോഡലിലുള്ളതാണ്. കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ് നങ്കടാക്ക്. ഒരു 3 കിലോ വലിപ്പം വരുന്ന ചക്കയാണ് ഈ നങ്കടാക്ക്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിട്ട് ഇഷ്ടപ്പെടുന്നൊരു പ്രത്യേക വെറൈറ്റി ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നത് റംബുട്ടാൻ. റംബുട്ടാൻ ഇപ്പോൾ കാ പിടിച്ച് തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ സീസൺ ഏകദേശം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു 11ഓളം വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. അതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെ സീസറുണ്ട്, KG10 ഉണ്ട്, E35 ഉണ്ട്, N18 ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, ബെഞ്ചായി ഉണ്ട്, റോഗ്രിയാൻ ഉണ്ട്, തുടങ്ങിയ ഒരു 11 വെറൈറ്റി റംബുട്ടാൻ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്നതെല്ലാം ഇതെല്ലാം അതാണ് ഇതായിരിക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ ചെറുത് വലുത് ഇങ്ങനെ സ്റ്റെപ്പായിട്ടിരിക്കുകയാണ്. അപ്പുറത്തിരിപ്പുണ്ട് കാച്ച തൈകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഏകദേശം ഒരു 10 അടിയോളം ഹൈറ്റുള്ളതാണ്. വലിയ പ്ലാന്റുകൾ ധാരാളം നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ഇതിൻ്റെ കാച്ച പ്ലാന്റുകൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അതും കൂടെ ഒന്ന് കാണിക്കാം. ഇതെല്ലാ സമയത്ത് ഇത് സീസണിൽ മാത്രമേ. ഇതിൻ്റെ തൈയുടെ കോസ്റ്റ് എന്താണ്? ഇതിൻ്റെ എത്രയാണ് പ്രൈസ് വരുന്നത്? ഇത് ഏറ്റവും വലിയത് 1500, പിന്നെ 1000. അപ്പോൾ അത് 2 എണ്ണം എടുത്ത് ഇതൊരെണ്ണം എടുത്തിട്ട് ഏത് 2 എണ്ണം സാറേ? ഇതൊരെണ്ണം എടുത്ത് പിന്നെ വിയറ്റ്നാം ഒരെണ്ണം എടുത്തേക്ക്. സ്റ്റമ്പ് ഇത്രയും കനാങ്കിലായാലും എന്നാലും ഉഷാറാണ്, വളർച്ച മുരടിക്കും. ഓക്കെ, അങ്ങനെയുണ്ടല്ലേ എല്ലാം കാഴ്ച നിൽക്കുന്നെല്ലാം അങ്ങനെ. നേഴ്സറിലോട്ട് കൂടുതൽ ആൾക്കാരും ചെറിയ പ്ലാന്റ്സുകൾ വിട്ടിട്ട് വലിയ പ്ലാന്റ്സ് ആണ് എടുക്കാറ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ വിലയ്ക്ക് തന്നെ വലിയ പ്ലാന്റ്സ് കിട്ടുന്നുണ്ട് ഇവിടെ. നല്ല വിലക്കുറവാണ്. അപ്പോൾ ഈ പുറകിൽ കാണുന്നതെല്ലാം ഒരാൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തതാണ്, ഒരു കസ്റ്റമർ ഇവിടെ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സാർ നമസ്കാരം. പേരും എൻ്റെ പേര് ജോൺ, ഇതെൻ്റെ ഭാര്യയാണ് ഷീബ. ഞങ്ങൾ ശരിക്കും പനച്ചമ്മോടാണ്, കാരക്കോണം പനച്ചമ്മോടാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളിവിടെ വന്നിട്ട് ഫേസ്ബുക്ക് വഴിയുള്ള പ്ലാവിൻ്റെ ഒരു പരസ്യം കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്, ഓൺലൈൻ പരസ്യം കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഐറ്റംസ്. ഞങ്ങൾ ജസ്റ്റ് 2 പ്ലാവ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നിറയെ പർച്ചേസ് ചെയ്യുകയും അതിനോടൊപ്പം ഞങ്ങൾ ഹാപ്പിയാണ്. ഇവിടുത്തെ കളക്ഷൻ വന്നിട്ട് ഒത്തിരി കളക്ഷനുണ്ട്. അപ്പോൾ ആവശ്യമുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് എടുക്കാമെന്നുള്ളതാണ്. വിലയെല്ലാം വളരെ കുറവാണ്. നല്ല നമ്മുടെ പ്രൈസിന് തന്നെ ഒത്ത രീതിക്ക് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ അവരവരുടെ പ്രൈസ് അനുസരിച്ച് എടുക്കാം. അതെ, ഞങ്ങൾ കാറിൽ അതെ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങൾ എടുത്തായിരുന്നു. ഇത് കാണുന്നതെല്ലാം ഞങ്ങൾ എടുത്ത് തന്നെയാണ്. അതെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ സമീപിക്കുക എന്നുള്ളതാണ്. എന്ത് ആവശ്യമുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടോ? അതെ എല്ലാവരും നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഡീലിംഗ് ആണ്, എല്ലാവരും നല്ല സഹകരിക്കുന്നുണ്ട്. ഓക്കെ. റംബുട്ടാൻ്റെ ഈ കാണുന്ന എല്ലാം ഒരു 10 അടിയോളം ഹൈറ്റ് ഉള്ളതാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ തൈകളാണ്. ഈ കാണുന്നത് ഈ ഇരിക്കുന്ന എല്ലാം 10 അടിയോളം ഹൈറ്റ് ഉണ്ട്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ തൈകളാണ്. ഇതിൽ N18 ഏറ്റവും ടോപ്പ് വെറൈറ്റി എന്ന് പറയുന്നത്. അതാകുമ്പോൾ കൊലയിൽ എണ്ണം കൂടുതൽ കായ്ക്കുകയും പഴുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ദിവസം കേടാവാതെ ഇരിക്കുന്നൊരു വെറൈറ്റിയാണ് N18. വ്യാവസായികമായി കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് N18 റംബുട്ടാൻ. ഇപ്പോൾ ആൾക്കാർ ഏക്കർ കണക്കിന് റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് റംബുട്ടാനാണ് കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഏറ്റവും നല്ലത് N18 വെറൈറ്റിയാണ്. അത് കൊലയിൽ എണ്ണം കൂടുതൽ കായ്ക്കും. നമ്മൾ പറിച്ചു വെച്ചാലും കൂടുതൽ ദിവസം കേടാവാതിരിക്കുന്ന ഒരു നല്ല വെറൈറ്റിയാണ് N18. അത് പഴുത്ത് പൊട്ടുമ്പോൾ അതിനകത്ത് ഒരു 10 തുള്ളിയെങ്കിലും തേന് ഉണ്ടാവും. നന്നായിട്ട് പഴുത്ത് പാകമായി നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 10 തുള്ളിയെങ്കിലും തേന് ഒരു റംബുട്ടാൻ പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കത് കിട്ടും. അത്രയും നല്ല മധുരവും ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് N18 റംബുട്ടാൻ. ഈ കാണുന്നത് എൻ്റെ വീടിനടുത്ത പഴത്തോട്ടത്തെ ഇപ്പോൾ
സീസണായി കാച്ചു തുടങ്ങിയ റംബുട്ടാനാണ്. N18 വെറൈറ്റിയാണ്. അത് കണ്ടാൽ അറിയാം കൊലയിൽ എത്രത്തോളം, ഒരു കൊലയിൽ തന്നെ എത്രത്തോളം കായ് പിടിച്ചിരിക്കുന്നത് നോക്കിയാൽ അറിയാം. ഇത് N18 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ധാരാളം കൊലയിൽ പിടിക്കുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു 10ഓളം മൂട് എനിക്കിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത പഴത്തോട്ടത്തിൽ ഇതേപോലെ കായായി നിൽപ്പുണ്ട്. അത് നമുക്കെല്ലാം കാണാം. ഇവിടെ എനിക്ക് ചുറ്റും ഈ കാണുന്നത് വിയറ്റ്നാം സൂപ്പർ എയർലിയുടെയും തായ്ലാൻഡ് റെഡിൻ്റെയും ചെറിയ തൈകളാണ്. വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ 30 രൂപയ്ക്ക് കൊടുക്കുന്ന തൈയാണ് ഈ ഭാഗത്ത് ഈ ആയിരക്കണക്കിന് ഇരിക്കുന്ന തൈകൾ. ഈ കാണുന്നതാണ് 35 രൂപ കൊടുക്കുന്ന തായ്ലാൻഡ് റെഡ്, അതായത് ചെമ്പരത്തി പോലെ ചക്കച്ചുളകൾ ചുവപ്പ് നിറമുള്ള ചക്കയുടെ തൈകളാണ് ഈ കാണുന്നത്. ഇത് 35 രൂപ. ഈ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ തൈ 30 രൂപ. ഇത് എത്ര വേണമെങ്കിലും കൊടുക്കാനായിട്ട് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇതിൻ്റെ മദർ പ്ലാന്റ് ഹോം ഗ്രൗണ്ട് പ്ലാന്റുകളാണ്. അത് ഞാൻ നട്ട് ഏകദേശം ഒരു 5 വർഷത്തോളമായ പ്ലാന്റാണ്. അതിൽ നിന്നും ബഡുകളെടുത്ത് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന തൈ ആയതുകൊണ്ടാണ് എനിക്ക് ഈ വിലയ്ക്ക് നമ്മുടെ നഴ്സറിയിൽ 1 വർഷം കൊണ്ട് ഞാനിതിങ്ങനെ കൊടുത്തു തരാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റുകളുണ്ട്. ഈ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൻ്റെ ഇതിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ കാച്ചിരിക്കുന്നത്. ഇതിൻ്റെ ധാരാളം പ്ലാന്റ് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇത് നമുക്ക് ബാരലിൽ നട്ട് കായ്പ്പിക്കാം. വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തിൽ കായ്ക്കുന്ന പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ്. ഈ തൈകൾ നമ്മൾ 850 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ബാരലിൽ നട്ട് കൊടുക്കുകയാണ്. 2 സെൻറ്റോ 3 സെൻറ്റോ ഉള്ളവർക്കും വീടിൻ്റെ മുകളിലോ വീട് മുറ്റത്തൊക്കെ നട്ട് എപ്പോഴും ചക്ക കായ്ക്കുന്ന, ഒരു വർഷത്തിൽ ആൾ സീസണാണ്, എല്ലാ സമയത്തും ചക്ക കിട്ടുന്ന ഒരു വെറൈറ്റി പ്ലാവാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ്. ഒരു 5 കിലോ 6 കിലോ വലിപ്പം വരും ഒരു ചക്ക. ഇതിപ്പോൾ കുഞ്ഞ് തൈ ആയതുകൊണ്ടാണ് ചക്ക ചെറുതായിട്ടിരിക്കുന്നത്. ഇത് ആൾ സീസൺ ആയതുകൊണ്ടാണ് എല്ലാ സമയത്തും ഇങ്ങനെ ചക്ക നമുക്ക് കവറിൽ തന്നെ ചക്ക ഉണ്ടായി കാണാൻ പറ്റുന്നത്. തായ്ലാൻഡ് റെഡിൻ്റെയും വിയറ്റ്നാം സൂപ്പർ എയർലിയുടെയും ഈ തൈകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. നമ്മുടെ നഴ്സറിയുടെ പ്രവർത്തന സമയം രാവിലെ 8 മുതൽ വൈകുന്നേരം 6:30 വരെയാണ്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് പ്രവർത്തന സമയം. നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര, അതായത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ അമരവിള റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ണൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നാൽ നമുക്ക് ആവശ്യമുള്ള തൈകൾ ധാരാളം നമുക്ക് സ്റ്റോക്കുണ്ട്. ധാരാളം തൈകൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇഷ്ടമുള്ള തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാം. ഈ ഇരിക്കുന്ന ചക്ക എൻ്റെ പഴത്തോട്ടത്തിൽ കാച്ചതാണ്. തായ്ലാൻഡ് റെഡ് വെറൈറ്റിപ്പെട്ട പ്ലാവിൻ്റെ ചക്കയാണ്. നല്ല ചുവപ്പ് നിറമുള്ള ചുള വരുന്ന ചക്കയാണ്. ഈ കാണുന്നതെല്ലാം അതിൻ്റെ തൈകളാണ്. ഈ തായ്ലാൻഡ് റെഡിൻ്റെ തൈയാണ്. ഇത് 35 രൂപയ്ക്കാണ് ഇതിൻ്റെ ഈ ആദ്യ സ്റ്റേജ് ബഡ് തൈ ഞാൻ ഈ നഴ്സറിയിൽ നിന്ന് വിൽക്കുന്നത്. ഇതിൽ കായ്ക്കുന്ന ചക്കയാണ്. ഞാനത് കട്ട് ചെയ്ത് കാണിക്കാം. അതിൻ്റെ ഉള്ള് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, ചെമ്പരത്തി പോലെ ചുവപ്പ് നിറമുള്ള തായ്ലാൻഡ് റെഡിൻ ചക്കയാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു ചുളയുടെ വലിപ്പവും അത് സീഡ് ചെറുതായിരിക്കും. ചുള നല്ല കട്ടിയുള്ളതാണ്. ഇത് ശരിക്കും പാകമായിട്ടില്ല. ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് 4 ദിവസം മുന്നേ ഇത് പ്ലാവിൽ നിന്ന് പച്ചയ്ക്ക് പറിച്ച് എടുത്തതാണ്. കുറച്ചും കൂടെ ഇത് പാകമാകാനുണ്ട്. പാകമായി കഴിഞ്ഞാൽ ഫുള്ള് ചുവക്കുമ്പോഴും നല്ല ചെമ്പരത്തി പോലെ ചുവപ്പായിരിക്കും. ഇത് ഒരു 2 ദിവസം കൂടെ ആയിരുന്നെങ്കിൽ നന്നായിട്ട് ചുവന്ന് നല്ല കളറായി വന്നേനെ. നല്ല തേൻ മധുരമുള്ള ചക്കയാണ്. ചുവന്ന ചക്കയുടെ തൈകൾക്ക് ആവശ്യക്കാർ ധാരാളമുണ്ട്. ധാരാളം ആൾക്കാർ എന്നെ വളരെ ദൂരെ നിന്നൊക്കെ വിളിക്കാറുണ്ട്. നമുക്ക് ഓൺലൈൻ ഡെലിവറി ഇല്ല, നഴ്സറിയിൽ വന്ന് നേരിട്ട് വാങ്ങുക. ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ ധാരാളം ഇരിപ്പുണ്ട്. ഏകദേശം ഒരാളോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ ധാരാളം ഇരിപ്പുണ്ട്. ചെറുതുണ്ട്. ഇതിൻ്റെ ഒരു 6-7 വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വിലയ്ക്കനുസരിച്ചുള്ള തൈകൾ 35 രൂപ മുതൽ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ടൈമിൽ എപ്പോൾ വന്നാലും നമുക്ക് ഈ തൈകൾ ആവശ്യമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എൻ്റെ പേര് അഭിലാഷാണ്. ഞാൻ കോവളത്തു നിന്നാണ്. ഇവിടെ ഇത് അറിഞ്ഞിട്ട് വന്നതാണ്. എൻ്റെ പേര് ദിവ്യയാണ്. ഞങ്ങൾ കോവളത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കോട്ടുകോണം മാവാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നമുക്ക് വന്ന് നോക്കി വാങ്ങാൻ പറ്റും. ഞങ്ങൾ ഓൺലൈനിൽ നെറ്റ് വഴി കണ്ടു വന്നതാണ്. വീഡിയോ കണ്ടിട്ട് വന്നതാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, കുറേ കാണാനുണ്ട്. നമ്മുടെ നഴ്സറിയിൽ ഇവിടെ ഈ പോർഷനിൽ കാണുന്നതാണ് മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ജന്മദേശം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആഫ്രിക്കയാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചൊരു ചെടിയാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ അത്ഭുത ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു പഴം വായിൽ ഒന്ന് അലിയിച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പുളിയുള്ള എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. വിത്തോട്ട് ചായ കുടിച്ചാലും മധുരം. ഡയബറ്റിക് ഉള്ളവർക്ക് ഒരു പഴം വെറുതെ ഒന്നിങ്ങനെ വായിൽ അലിയിച്ചിട്ട് ഒരു 2.5 മണിക്കൂർ 2-2.5 മണിക്കൂർ വരെ നമുക്ക് പഞ്ചസാരയുടെ ചായ കുടിച്ചാലും മധുരമായിരിക്കും. നാരങ്ങ വെറുതെ പിഴിഞ്ഞ് കുടിച്ചാലും മധുരമായിരിക്കും. ഇതിൻ്റെ ഈ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു ഘടകമുണ്ട്. അതാണ് നമ്മുടെ ഈ വായിൽ ഇത് അലിയുമ്പോഴത്തേക്ക് നമുക്ക് ആ മധുരം തോന്നിക്കുന്ന ഒരു സാധനം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ബാക്കി ടേസ്റ്റ് തോന്നാത്തവർക്കും
ഈ ഒരു പഴം വെറുതെ ഇങ്ങനെ വായിൽ അലിയിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ സാധനം വാങ്ങാൻ വന്ന ഒരു മേഡം സാറും ഉണ്ട്. അവർക്ക് ഞാൻ ഈ ഒരു പഴം ഒന്ന് വെറുതെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് അത് കൊടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ മിറാക്കിൾ എന്താണെന്ന് നമുക്കത് കണ്ട് മനസ്സിലാക്കാം. മേഡം ഈ പഴം ഒന്ന് കുരു കടിച്ച് പൊട്ടിക്കണ്ട. കുരു പൊട്ടിച്ചതിൻ്റെ ചെറിയ കുരുവിൻ്റെ ടേസ്റ്റ് വരും. ഒന്ന് വെറുതെ വായിൽ സാർ ഇതൊന്ന് ഒന്ന് ബാക്കിയുള്ളിലാക്കിയിട്ട് ആ തോലൊന്ന് ഇളക്കിയിട്ട് ചോക്ലേറ്റുള്ള വായിലൊന്ന് അലിച്ച് അതിന് ജെല്ലൊന്ന് വായിൽ പുറലാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു പുളി മധുരമായിരിക്കും അത്. ചെറിയൊരു പുളി മധുരമല്ലേ? ഒരു മിനിറ്റ് നമ്മളൊന്ന് വെറുതെ അതിൻ്റെ ആ ജെല്ലൊന്ന് വായി പുറലാനായിട്ടൊന്ന് വായിൽ അലിയിച്ചാൽ മതി. ഞാൻ എന്നിട്ട് ഇനി ഒരു നാരങ്ങ പിഴിഞ്ഞ് തരാം. പഞ്ചസാര മധുരം ഒന്നും ഇടുന്നില്ല, വെറുതെ ഒരു നാരങ്ങ പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് തരാം. അതിൻ്റെ അപ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണെന്ന് അനുഭവം എന്ന് പറഞ്ഞാൽ മതി. വെള്ളം അങ്ങ് തരാമോ? നമ്മുടെ ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ഉണ്ടായി നമ്മുടെ പഴമൊന്നും അതിലേലിച്ചിട്ട്. ഇനി ഇതിൽ ഞാൻ വെറുതെ നാരങ്ങ ഒഴിച്ചിട്ട് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് കഴിച്ചിട്ട് എന്താണെന്ന് അനുഭവം ഒന്ന് പറയാം. നല്ല മധുരമാണ് കേട്ടോ. നല്ല മധുരമാണ്. ഒന്ന് കുടിച്ചോക്കണം. എങ്ങനെയുണ്ട്? പഞ്ചസാര ഇട്ടതുപോലെ നല്ല മധുരമാണ്. എങ്ങനെയുണ്ട് സാറേ? സൂപ്പർ, നല്ല മധുരം. ഇത് നമുക്ക് വീട്ടിൽ പഞ്ചസാര ഉണ്ട്. നാരങ്ങളും കുടിക്കാനായാലും ചായ കുടിക്കാനായാലും പഞ്ചസാര വേണ്ട. ഈ വെറുതെ ഒരു പഴം ഒന്ന് വായിൽ ഇങ്ങനെ അലിയിച്ചിട്ട് 2.5 മണിക്കൂർ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. നല്ലത്. നമുക്കിതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള തൈകൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഈ ഇരിക്കുന്നതെല്ലാം കാച്ചതാണ്. ഇത് നമുക്ക് ചെറിയ തൈ നമുക്ക് 150, 250, 350, 450, 800, 1000 അങ്ങനെ ആ വേണ്ടി കണക്കുണ്ട്. ഇതൊക്കെ എല്ലാം കാച്ച പ്ലാന്റാണ്. ഇത് ആൾസീസണാണ്, എപ്പോഴും കായ്ക്കും. നമുക്ക് വീട് മുറ്റത്ത് ചെടി പോലെ ചെടിച്ചട്ടിയിലോ ചെടി നടുന്ന പോർഷനിലൊക്കെ നടാം. ഇത് അധികം വെയിലില്ലെങ്കിലും കുഴപ്പമില്ല, വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല. ചെറിയ ഷെയ്ഡിലും വെയിലത്തും ഒക്കെ വളരുന്നൊരു ഫ്രൂട്ട് പ്ലാന്റ്. നമ്മൾ സാധാ ചാണകപ്പൊടി അങ്ങനെയുള്ള വളങ്ങൾ ഇട്ടാൽ മതിയാവും. ഇത് ഒരുപാട് വലുതാവില്ല, കുറ്റിച്ചെടി പോലെ. ആൾസീസണാണ്, എല്ലാ സമയത്തും തന്നെ അത് കാണുന്നത്. എൻ്റെ പേര് അനി, ഇതെൻ്റെ മോൻ ജുവൽ, ഇത് ഹസ്ബൻഡ് ഷിബു. ഹസ്ബൻഡ് പെൻബോളിലാണ് വർക്ക് ചെയ്യുന്നത്. കൃഷിമിത്ര TV-യുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഗ്രീൻസ് നഴ്സറിയിലോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ വെറൈറ്റി കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട്. ഞങ്ങൾ 3-4 തൈകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വന്നിട്ട് നല്ല ഹാപ്പിയാണ്. വിലയൊക്കെ റീസണബിൾ ആണ്. ഞാൻ അടുത്തായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നഴ്സറിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ സീഡ്ലെസ് നാരകം. ഇത് വിദേശിയാണ്. അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അവിടെ നിന്ന് വന്ന പലരും നമ്മുടെ അടുത്ത് അഭിപ്രായം പറഞ്ഞതാണ്. അതായത് അവിടെ ഇതില്ലാത്ത വീടില്ല, ഈ സീഡ്ലെസ് നാരകം നടാത്ത വീടില്ല. അതായത് എല്ലാ വീട്ടിലും ഇത് ബാരലിൽ വേണമെങ്കിൽ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയാണ്. ആൾ സീസണാണ്. ഒരു കൊലയിലൊരു 10-12 എണ്ണം വച്ചിങ്ങനെ കായ്ക്കും. നമുക്ക് സാധാ നാരങ്ങ കാർബൈഡ് വെച്ച് പഴിപ്പിച്ചത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുള്ളൂ. അത് നീരുണ്ടാവില്ല ജ്യൂസിനായിട്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോടും കൂടെ കട്ടിയിട്ട് ജ്യൂസ് അടിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്, മണവുമാണ്. ആൾ സീസൺ ആയതുകൊണ്ട് എല്ലാ സമയത്തും ഇതിനകത്ത് നാരങ്ങ ഉണ്ട്. ചെടി പോലെ വലിയ മരമാവുന്നതല്ല, ചെടി പോലെ ഒന്ന് നിറയെ കായ്ക്കുന്നതാണ്. അതായത് ഈ കണ്ടോ, ഈ നിൽക്കുന്നത് കണ്ടോ, ഇതെല്ലാം ഏകദേശം വളഞ്ഞ് പാകമാകാതായതാണ്. നമ്മൾ പാകമായി അത് പറിച്ചെടുക്കുമ്പോഴത്തേക്ക് അടുത്ത സെക്ഷൻ ചെറുതായിട്ട് ഇതാ ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊരു കൊലയിലിരിക്കുന്ന ധാരാളം ഇതെല്ലാം പാകമാകാറായതാണ്. ഇത് നമുക്ക് തോടും കൂടെ കട്ടിയിട്ട് ജ്യൂസ് അടിക്കും. പാലിൻ്റെ നിറത്തിലിരിക്കും. ഭയങ്കര മണവും ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം അത് തന്നെ ഉള്ളിൽ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് നന്നായിട്ട് പഴുത്ത് പാകമായ ഒരു നാരകമാണ്. അതിൻ്റെ ഉള്ളിൽ ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഈ നാരകത്തിൻ്റെ അകഭാഗം ഇങ്ങനെയാണ് കാണുന്നത്. ഇത് നമ്മൾ ജ്യൂസ് മിക്സിയിൽ ഇതിൻ്റെ തോലും കൂടെ കട്ട് ചെയ്തിട്ട് അടിക്കുമ്പോൾ പാലിൻ്റെ ഏകദേശം കളറായിരിക്കും. ഭയങ്കര മണമാണ്, ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് പോഷകമുണ്ട്. വൈറ്റമിൻ സിയുടെ കലവറ എന്നാണ് നാരകത്തെ അറിയപ്പെടുന്നത്. ഒരു ദിവസം ഒരു നേരമെങ്കിലും നാരങ്ങ നീര് കുടിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇത് നമുക്ക് ബാരലിൽ വേണമെങ്കിൽ ഞങ്ങൾ നട്ടത് കാച്ച പ്ലാന്റുകൾ ഞങ്ങൾ ബാരലിൽ നട്ടു കൊടുക്കുന്നുണ്ട്. നമുക്കത് ഈ ഭാഗത്ത് കാണുന്നതാണ് മരമുന്തിരി, ജബോട്ടിക്കാബയുടെ ഹൈബ്രിഡാണ്. ഇത് വേറെ വെറൈറ്റിയാണ്, ഇത് വേറെ വെറൈറ്റിയാണ്. ജബോട്ടിക്കാബയുടെ റെഡ് ഹൈബ്രിഡ്. ഇതെല്ലാം ചെറുതിലെ കായ്ക്കുന്നതാണ്. എന്നിട്ട് ആ ഉള്ളിലിരിക്കുന്നതിലെല്ലാം നിറച്ച് കാച്ചിരിപ്പുണ്ട്. നമ്മുടെ ഒരു നെല്ലിക്കയുടെ അത്ര വലിപ്പം വരും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ചെറിയ സീഡാണ്. നമ്മുടെ കറുത്ത ഗ്രാപ്സ് മുന്തിരി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് വീട് മുറ്റത്ത് ചെടി വയ്ക്കുന്ന പോർഷനിലൊക്കെ ഈ പ്ലാന്റുകൾ നമുക്ക് നട്ട് പരിപാലിക്കാം. എല്ലാ സമയത്തും ഇതിനകത്ത് കാവുണ്ടാകും. എൻ്റെ ചെറിയ പ്ലാന്റുകളുണ്ട്, എൻ്റെ വലിയ പ്ലാന്റുകളെല്ലാം അത് ഈ ഇരിക്കുന്നതെല്ലാം വലുതാണ്. ഇതെല്ലാം കാച്ച പ്ലാന്റുകളാണ്. ഇതെല്ലാം നമുക്ക് ഒന്നുകൂടെ അത് റീപോർട്ട് ചെയ്ത്
നല്ല പിന്നെ ബാരലാക്കി നമുക്ക് വീടുകളിൽ എത്തിക്കുന്ന സംവിധാനം ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അതങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തു തരാം. ഇത് ഈ കാണുന്നതാണ് ലോങ്ങൻ്റെ റെഡ് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ലോങ്ങൻ അതിൻ്റെ ഇലകൾ ചുവപ്പായിരിക്കും, കായും ചുവപ്പായിരിക്കും. ഇത് ലോങ്ങൻ്റെ റെഡ് വെറൈറ്റിയാണ്. ഈ കാണുന്നത് ലോങ്ങൻ്റെ വൈറ്റ് ലോങ്ങൻ എന്ന് പറയും. ലോങ്ങൻ്റെ ഒരു 7 വെറൈറ്റി നമ്മുടെ ഈ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. നമ്മുടെ ഈ നഴ്സറിയിൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ആപ്പിൾ. ഈ ആപ്പിളിൻ്റെ തൈകൾ നമ്മുടെ ഇവിടുത്തെ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന ആപ്പിളിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇത് മുസാമ്പിയാണ്. മുസാമ്പി ഇതിലെല്ലാം നിറച്ച് കാനിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് ബാരലിൽ നട്ട് വീടിൻ്റെ മുറ്റത്തോ ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ച് പരിപാലിക്കാൻ പറ്റിയ ചെടികളാണ് ഈ കാണുന്നത്. ഇത് ബുഷ് ഓറഞ്ച്. ഇത് നമ്മൾ അയണിച്ചക്കയുടെ കെൽഡാൻ, അതായത് ചുവന്ന അയണിച്ചക്ക, വിദേശിയാണ്. ഇതിൻ്റെ ചെറിയ തൈയുണ്ട്, ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ ഇതായിരിപ്പുണ്ട്. ഇത് ഏകദേശം ഒരു 5 അടിയോളം ഹൈറ്റുള്ളതാണ്. അതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട്. നാടൻ ആഞ്ഞിലിൻ്റെ ബഡ് തൈ ഇവിടെ ഇരിപ്പുണ്ട്. നാടൻ ആഞ്ഞിൽ അതായത് നമുക്കിവിടെ വലിയ അയണിമരം ഉണ്ടെങ്കിൽ അയണിച്ചൊക്കെ നമുക്ക് പറിക്കാൻ പറ്റില്ല. ഇത് ബഡ് മാവ് ചെറുതായിട്ടൊന്ന് കായ്ക്കുന്ന പോലെ നമുക്ക് വീട് മുറ്റത്ത് നമുക്ക് സ്വന്തമായിട്ട് പറിച്ചെടുക്കാം. അയണിച്ചക്കയാണ്. ഒരുപാട് പോഷകമുള്ള ഒരു ഫ്രൂട്ടാണ് അയണി. അതിൻ്റെ ബഡ് തൈയാണ് ഈ ഇരിക്കുന്നത് അബിയു ഫ്രൂട്ടാണ്. അബിയുടെ ഇത് സാധാ അബിയു, ഇത് ജൈൻ്റ് അബി എന്ന് പറയുമ്പോൾ ഒരു കിലോയോളം വലിപ്പം വരുന്നതാണ്. ഇതിൻ്റെ ഉള്ള് അതായത് ജെല്ല് പോലെ ഇരിക്കും. നമുക്ക് തണുപ്പിച്ച് കഴിച്ചാൽ ഐസ്ക്രീം കഴിച്ച പോലെ ഇരിക്കും. സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. ഇത് വളരെ ചെറുപ്പത്തിലേ കായ്ക്കുന്നതാണ്. ധാരാളം കായ്ക്കുകയും എല്ലാ സമയത്തും കായ്ക്കുന്ന ആൾ സീസൺ വെറൈറ്റി ഉണ്ട്, സാധാ വെറൈറ്റി ഉണ്ട്. ഇത് എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ് അബിയു. ഈ കാണുന്നതാണ് ഗ്രൂമി ചാമ, ബ്രസീലിയൻ ചെറി എന്ന് പറഞ്ഞൊരു ചെറിയ വെറൈറ്റി പെടുന്നൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ അങ്ങോട്ടിരിപ്പുണ്ട്. ഇത് ഗവർണേഴ്സ് പ്ലം. ഈ പ്ലം ഐറ്റവും ചെറിയ ഐറ്റങ്ങളും ഇത്തിരി അധികം വെറൈറ്റികൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. എല്ലാം ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടുന്ന വീഡിയോ ഒരുപാട് നീളമായി പോകും. അതുകൊണ്ട് അത് കഴിയുന്നതും കുറച്ച് പറയാണ്. ഇത് ഡയമണ്ട് റബ്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു വെറൈറ്റി പെടുന്ന ലോങ്ങനാണ്. ഇത് നമ്മുടെ പേര, RK കിരൺ, കിലോ പേര, ആ വെറൈറ്റികളിൽ പെടുന്ന പേരയാണ്. ഇത് ഏകദേശം ഒരു 8-9 അടിയോളം ഹൈറ്റുള്ള വലിയ പേരാണ്. ഇതിലെല്ലാം നിറച്ച് കാവുള്ളതാണ്, കാച്ചു നിൽക്കുന്നതാണ്. ഇത് വയലറ്റ് പേരയുടെ വയലറ്റ് കളർ. പേരക്കയുടെ പുറവും വയലറ്റ് ആയിരിക്കും. ഉള്ളു നല്ല ചുവപ്പ് നിറമുള്ള പേരയാണ് ഈ കാണുന്ന വയലറ്റ്. ഈ പേരയുടെ ജപ്പാൻ പേരയുണ്ട്, തായ്ലാൻഡ് പിങ്ക്. അതിൻ്റെ ഇതിലെല്ലാം നിറച്ച് നിൽപ്പുണ്ട്. ഈ തായ്ലാൻഡ് പിങ്ക് പേര ഇതെല്ലാം കാച്ചു തേണ്ട കായായിട്ട് നിൽക്കുന്ന പേരകളാണ്. ഇതിൽ മിക്കതിലൊക്കെ കാവുള്ളതാണ്. കാവുള്ള പേരയാണ്. ഇതെല്ലാം കാച്ച പേരയാണ്. അതായത് ഇതിലെല്ലാം നിറച്ച് ഉണ്ട്. ഇതിലെല്ലാം 2, 3, 4 കാ വെച്ച് ഓരോ പേരയിലും ഉള്ളതാണ്. തായ്വാൻ്റെ പിങ്ക് പേരയാണ്. VNR ഉണ്ട്, സീഡ്ലെസ് ഉണ്ട്, കുരുവില്ലാത്ത പേരയുണ്ട്. ഇതിൻ്റെ തായ് 5, തായ് 7 എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വെറൈറ്റി പേരുകളുണ്ട്. ഇത് ജാമ്പ വെറൈറ്റി പെട്ടതാണ്. ജാമ്പ വെറൈറ്റിയിൽ പെടുന്ന തായ്വാൻ്റെ ബെൽജാമ്പയാണ്. ഇത് മഴ സമയത്തായാലും നല്ല മധുരമായിരിക്കും. മിക്കവാറുമുള്ള സമയങ്ങളിൽ ഇത് കായ്ക്കുന്ന ആൾ സീസൺ വെറൈറ്റി പെട്ട ഒരു ജാമ്പയാണ് ഈ തായ്വാൻ്റെ ബെൽജാമ്പ. ഇനി ഇതിനകത്ത് വേറൊരു വെറൈറ്റി ജാമ്പ ഇരിപ്പുണ്ട്. ഇത് ഇന്തോനേഷ്യൻ മധു ജാമ്പ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. അതും ഇതേപോലെ ആപ്പിൾ പോലെ മധുരമുള്ള വലിയ കായ്ക്കുന്ന ഒരു വെറൈറ്റി ജാമ്പയാണിത്. ഉമ്മർ ജാമ്പയുണ്ട്, ഡൽഹാരി ജാമ്പയുണ്ട്. അതായത് ഉമ്മർ ജാമ്പ, ഡൽഹാരി ജാമ്പയുണ്ട്. ഇതെല്ലാം ആപ്പിൾ ജാമ്പ വെറൈറ്റിപ്പെട്ട ഒരു 6-7 വെറൈറ്റി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കിളിഞ്ഞാവലിൻ്റെ തൈകളാണ് ഇരിക്കുന്നത്. ഇത് ലോങ് കോങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ബറാബ, കശുമാവ്, സ്വീറ്റ് പുളി, ജാതി. ഈ ഇരിക്കുന്നത് നമ്മുടെ മാതളം. ഇത് ലോങ് കോങ് എന്ന് പറഞ്ഞ ഐറ്റമാണ്. അതിൻ്റെ വലിയ തൈയാണ്. ഈ ഇരിക്കുന്നത് നമ്മുടെ കമ്പിളി നാരകത്തിൻ്റെ തൈ. ഇത് വെൽവെറ്റ് ആപ്പിള്, മട്ടോവ, ഓറഞ്ച്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഞാവൽ വെറൈറ്റിയാണ്. സാധാ ഞാവലുണ്ട്. അതിൻ്റെ തായ് കിങ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇല വലിപ്പം കണ്ടില്ലേ. തായ് കിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ഞാവലാണ് ഈ ഇരിക്കുന്നത്. വൈറ്റ് ഞാവലുണ്ട്. ഞാവലിൻ്റെ ഒരു 6-7 വെറൈറ്റി ഞാവൽ ഇതിനകത്തിരിപ്പുണ്ട്. ആ ഇരിക്കുന്നതൊക്കെ പ്ലം വെറൈറ്റിയാണ്. സപ്പോട്ട, അത് അങ്ങോട്ട് കാണുന്ന എല്ലാ വലിയ മരമായിട്ട് കാണുന്ന എല്ലാം സപ്പോട്ടയാണ്. ഇതിൻ്റെ റെഡ് സപ്പോട്ടയുണ്ട്, മിയാമി സപ്പോട്ടയുണ്ട്. ഈ സപ്പോട്ടയുടെ ഇത്തിരി അധികം വെറൈറ്റികൾ നമ്മുടെ ഈ നഴ്സറിയിൽ ഇങ്ങനെ ധാരാളം സ്റ്റോക്കുണ്ട്. ഈ കാണുന്നതെല്ലാം കാച്ചു നിൽക്കുന്ന ബനാന സപ്പോട്ട, കാലാപ്പാട്ടി സപ്പോട്ട, ക്രിക്കറ്റ് ബോൾ ടൈപ്പ്. ഇതെല്ലാം വലിയ സപ്പോട്ടയാണ്. ഒരു 10 അടി കൂടുതൽ ഹൈറ്റുള്ളതാണ് ഈ കാണുന്നതെല്ലാം. ഈ കാണുന്നത് ഞാവലിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ്. ഇത് വളരെയധികം വലിപ്പമുള്ള, സീഡ് ചെറുതുള്ള, ഒരുപാട് പോഷകങ്ങളുള്ള, അയൺ കണ്ടൻറ്റൊക്കെ ധാരാളമുള്ളൊരു പുതിയൊരു വെറൈറ്റി ഞാവലാണ് ഈ കാണുന്നത്. അതിൻ്റെ വലിയ പ്ലാന്റാണ്. ഈ കാണുന്നത് മൾബറി. ഈ മൾബറിയുടെ ഫ്രൂട്ട്. ഇത് ലോങ് ടൈപ്പാണ്. വലിപ്പം കൂടുതലുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇല കണ്ടില്ലേ. ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാനായിട്ട് വളരെ പോഷകഗുണമുള്ള നല്ലൊരു വെറൈറ്റിയാണ് മൾബറി. ഈ പട്ടുനൂൽ പുഴു ഇത് കഴിച്ചിട്ടാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും പോഷകം ഇതിൻ്റെ ഇലകളിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മനുഷ്യരും ഇത് കഴിച്ചാൽ ഒരുപാട് പോഷകഗുണമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇല ധാരാളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് വീടിൻ്റെ
ബാരലിൽ വേണമെങ്കിലും നടാം. വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ വേസ്റ്റായി കിടക്കുന്ന പോർഷനിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മൾബറി ഫ്രൂട്ടും കിട്ടും. ഇത് ധാരാളം നമുക്ക് ഇലക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതിൻ്റെ ഇലകളും കിട്ടുന്ന നല്ലൊരു വെറൈറ്റി ചെടിയാണ് മൾബറി. മൾബറിയുടെ വേറെയും കുറച്ച് വെറൈറ്റി ഉണ്ട്. പാകിസ്ഥാൻ മൾബറി ഉണ്ട്, ബ്രസീലിയൻ മൾബറി ഉണ്ട്. മൾബറിയുടെ ഒരു 3 വെറൈറ്റി നമ്മുടെ ഇരിപ്പുണ്ട്. ഈ കാണുന്നത് കുടംപുളി. കുടംപുളിയുടെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇതെല്ലാം കാച്ചതുണ്ട്, ആയി തുടങ്ങിയതാണ് കുടംപുളി. നമുക്ക് വീട്ടിലെ നിത്യോപയോഗത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നൊരു പ്ലാന്റാണ് കുടംപുളി. ഇതെല്ലാം കാച്ച പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് ധാരാളം അകത്തോട്ടിരിപ്പുണ്ട്. ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ തറയിൽ നടാൻ സൗകര്യമില്ലാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ നഴ്സറിയിൽ വന്നും ഫോണിലും അവർ പല രീതിയിലൊക്കെ നമ്മളെ ബന്ധപ്പെടാറുണ്ട്. അതായത് അവർക്ക് തറയിൽ നട്ട് പരിപാലിക്കാനുള്ള സൗകര്യക്കുറവുണ്ട്, ബാരലിൽ നട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പുതിയൊരു സംരംഭം ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ തുടങ്ങിയിട്ടുണ്ട്. ബാരലിൽ നട്ട് ഞങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കും. ട്രിവാൻഡ്രം ജില്ലയിൽ എവിടെയും എത്ര തൈ വേണമെങ്കിലും വീടിൻ്റെ മുറ്റത്തോ ടെറസിൻ്റെ മുകളിലോ സൗകര്യപ്രദമായി അവർക്ക് വയ്ക്കേണ്ടുന്ന രീതിയിൽ നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് വാഹന സൗകര്യം ചെയ്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന തൈകൾ നമ്മൾ നടുന്ന രീതി നമ്മളിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഈ പ്ലാന്റുകൾ ബാരൽ നടുന്ന സമയത്ത് പോട്ടി മിക്സ് തയ്യാറാക്കുക. അതിന് വേണ്ടുന്ന ചേരുവകളെല്ലാം നമ്മൾ ചേർത്ത് നമുക്ക് 35 രൂപയുടെ പ്ലാവ് നടുന്ന രീതി അതിനകത്ത് കാണിച്ചു തരാം. ഈ പ്ലാവ് നമ്മൾ നട്ട് ശരിയാവണ്ണം പരിപാലിച്ച് വളർത്തി കഴിഞ്ഞ് ഒരു 8-10 മാസമാകുമ്പോൾ അത് കായ്ച്ചു തുടങ്ങും. അത് നടുന്ന രീതി ഇപ്പോൾ കാണിച്ചു തരാം. അതൊന്ന് വയ്ക്കാമോ? ഒന്ന് കുഴിച്ചിട്ട് മണ്ണ് പരിയിടും. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചത് 35 രൂപയുടെ പ്ലാവാണ്. ഇത് നമ്മൾ നേരെവണ്ണം അതായത് ശരിയായ രീതിയിൽ തന്നെ ഒന്ന് പരിപാലിച്ചെടുത്ത് കഴിഞ്ഞാൽ 8-10 മാസമാകുമ്പോൾ കായ്ക്കുന്നൊരു വെറൈറ്റി പ്ലാവാണ് ഈ വിയന്ന സൂപ്പർ ഏർലി എന്ന് പറയുന്നത്. ഇത് വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തിലേ കായ്ക്കുന്ന ആൾ സീസണായിട്ടുള്ളൊരു വരിക്ക പ്ലാവാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ബാരലിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആവശ്യാനുസരണം വെള്ളം മൂട്ടി കെട്ടി നിൽക്കാൻ പാടില്ല. അതായത് ഇതിൻ്റെ മൂട്ടിൽ നനവ് ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മളതിന് രാവിലെ ഒരു നേരം അല്ലെങ്കിൽ ചിലപ്പോൾ 2 നേരം നനയ്ക്കുകയാണ്. നല്ല വെയിലാണെങ്കിൽ കുഞ്ഞ് തയ്യായിരിക്കുന്ന സമയത്ത് 2 നേരം നനയ്ക്കേണ്ടി വരും. പിന്നെ ഇതിൽ ഫംഗസോ പൂപ്പൽ ബാധയോ ഉറുമ്പിൻ്റെ ശല്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും സീഡോമോണസ് പോലുള്ള ഫംഗിസൈഡ് എന്തെങ്കിലും ഇടയ്ക്ക് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അത് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടതായിട്ട് വരും. ഗ്രീൻസ് നഴ്സറി നിങ്ങളുടെ വീടുകളിലേക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത പ്ലാന്റുകൾ അയക്കുന്നതിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രമ്മുകളാണ് ഈ കാണുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വാർന്ന് പോകുന്നതിലേക്കായി അതിൻ്റെ താഴേറ്റത്തെ 2 ഹോള്, സൈഡിലായിട്ട് 4 ഹോൾ അടിച്ചിട്ടുണ്ട്. ഈ ഹോളുകൾ ഇത്രയും ഉള്ളത് കാരണം ഇതിനകത്ത് വെള്ളം കെട്ടി നിന്ന് നമ്മുടെ നടുന്നതായ പ്ലാന്റുകൾ ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതത്രയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ബാരൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകൾ ഇന്ന് നമ്മുടെ നഴ്സറിയിൽ ഒരു കസ്റ്റമർ വന്ന് സെലക്ട് ചെയ്ത് അവർക്ക് വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതിൽ 2 വിയന്ന സൂപ്പർ ഏർലി പ്ലാവുണ്ട്, ഒരു സീഡ്ലെസ് നാരകം. അതായത് ആൾ സീസണാണ്, എല്ലാ സമയത്തും കായ്ക്കാം. നമുക്ക് ജ്യൂസിന് വളരെയധികം തോടും കൂടെ കട്ടിയിട്ട് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന ആൾ സീസണായിട്ടുള്ളൊരു സീഡ്ലെസ് നാരകമാണ് ഈ നിൽക്കുന്നത്. ഇത് അവർ വന്ന് സെലക്ട് ചെയ്ത ഒരു നാരകമാണ്. ഇത് 2 കോട്ടർകോണം വരിക്ക മാവ്, അതെല്ലാം 2 മാങ്ങയുള്ളതാണ്. ഈ 2 മാവ്, ഈ 5 പ്ലാന്റ് ഒരു വീട്ടിലെത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി വാഹനത്തിൽ കയറ്റി വിടാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്.